നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് ദൈവത്തെയും അവൻ്റെ പ്രവർത്തന ശൈലിയെയും കുറിച്ചായിരുന്നു. ശ്രദ്ധിക്കുക, യോന 1:4. കർത്താവ് കടലിലേക്ക് ഒരു കൊടുങ്കാറ്റയച്ചു. യോന 1:17. യോനായെ വിഴുങ്ങാൻ കർത്താവ് ഒരു മത്സ്യത്തെ നിയോഗിച്ചു. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടു. യോന 2:10. അതെ പ്രിയപ്പെട്ടവരെ, എല്ലാറ്റിൻ്റെയും പിന്നിൽ കർത്താവിൻ്റെ ഒരു കരമുണ്ട്. നിനിവേയിലെ 120,000-ൽ പരം ആത്മാക്കളെ മാനസാന്തരത്തിലേക്ക് നയിച്ച് യോനായ അടക്കമുള്ള സകലരുടെയും നിത്യരക്ഷയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദൈവത്തിൻ്റെ അനന്തമായ രക്ഷാകര പദ്ധതി. ഈ രക്ഷാകര പദ്ധതിയുടെ രഹസ്യം ആർക്കു മനസ്സിലാകുന്നുവോ അവന് പിന്നെ ഈ ലോകത്തിൽ ദൈവമോ മനുഷ്യനോ ശത്രുവല്ല. മറിച്ച് ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്ന പിശാച് മാത്രമാണ് അവൻ്റെ ശത്രു. ഈ പരമസത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്, എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവകരം ദർശിക്കാനായതുകൊണ്ടാണ് രാജാവായ ദാവീദിനെ ഷിമേയി എന്ന സാധാരണക്കാരൻ കല്ലും മണ്ണും വാരിയെറിഞ്ഞ് കൊലപാതകി, നീജ എന്ന് പുലഭ്യം പറഞ്ഞ് ശാപവാക്കുകൾ ചൊരിഞ്ഞപ്പോൾ ദാവീദ് ഇങ്ങനെ ചോദിച്ചത്: ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? 2 സാമുവേൽ 16:10. ആ സംഭവത്തിന് പിന്നിൽ ദാവീദ് ദൈവത്തിൻ്റെ കരം കണ്ടു. അതുകൊണ്ട് ദാവീദിന് വെറുപ്പില്ല. ഉൽപ്പത്തി 45:15 എന്നെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ക്ഷാമകാലത്ത് ജീവൻ നിലനിർത്താൻ നിങ്ങളല്ല, ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. വീണ്ടും, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവമോ അത് നന്മയ്ക്കാക്കി മാറ്റി. ഉൽപ്പത്തി 50:20. അതെ, പൂർവ്വ യോസേപ്പ് എല്ലാ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും പിന്നിൽ ദൈവകരം ദർശിച്ചു. പത്രോസ് കരുതിയത് ഈ കുരിശ് ഈശോയ്ക്ക് നൽകിയത് യൂദാസാണ്, യൂതന്മാരാണ്, യഹൂദ പ്രമാണിമാരാണ് എന്നൊക്കെയാണ്. ഈ തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കണം വാളെടുത്ത് വെട്ടാൻ പത്രോസ് മുതിർന്നതും. എന്നാൽ ഈശോ കുരിശ് സ്വീകരിച്ചത് യൂതന്മാരിൽ നിന്നല്ല, യൂദാസിൽ നിന്നുമല്ല, പിതാവിൻ്റെ കരങ്ങളിൽ നിന്നുമായിരുന്നു. അതുകൊണ്ടാണ് വാളതിൻ്റെ ഉറയിലിടാൻ അവൻ ആവശ്യപ്പെട്ടതും. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന ചോദ്യം ഈശോ ഉന്നയിച്ചതും. യോഹന്നാൻ 18:11. അതെ, ഈശോയും എല്ലാത്തിൻ്റെയും പിറകിൽ ദൈവത്തിൻ്റെ പിതാവിൻ്റെ കരം ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ദുരന്താനുഭവങ്ങൾ പങ്കുവെച്ച് തന്നവർ നമ്മുടെ തിന്മയ്ക്കായിട്ടാണ് അത് ചെയ്തതെങ്കിലും ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റിയിട്ടില്ലേ? അതെ, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്നു. റോമ 8:28. ഇനി ശത്രുവായ തിമിംഗലം എപ്പോഴാണ് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചിട്ടത് എന്ന ധ്യാനം കൂടി ഇവിടെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ഉൾക്കാഴ്ചയിലേക്ക് നയിക്കും. നമുക്ക് അരൂപിയെ ശ്രദ്ധിക്കാം. യോന 2:9-10. ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ബലിയർപ്പിക്കും, ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. യോന ഇത്രയും പറഞ്ഞു തീർന്നതും അടുത്ത തിരുവചനം യോന 2:10. കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ദൈവകരം ദർശിച്ച് അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രക്ഷാകര പദ്ധതി മനസ്സിലാക്കി ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുകയും കർത്താവിൽ നിന്ന് മാത്രമാണ് രക്ഷ എന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന മനോഭാവത്തോടെ നമ്മെ ഉപദ്രവിച്ചവരെ ഓർത്ത് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ ചുറ്റിവരിഞ്ഞിരിക്കുന്ന വ്യക്തികളോട്, സംഭവങ്ങളോട്, സാഹചര്യങ്ങളോട് തൊട്ടടുത്ത നിമിഷം ദൈവം കൽപ്പിക്കും നിന്നെ വിടുവിക്കാൻ, സ്വതന്ത്രമാക്കാൻ. ദൈവമേ നിനക്ക് നന്ദി. ലഭിച്ച ഉൾക്കാഴ്ചകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇതുവരെ കേട്ട കാര്യങ്ങളെ ഒന്ന് നമുക്ക് അനുസ്മരിക്കാം. എന്താണ് ക്ഷമയെന്നാണ് നാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ 1-ാം ഭാഗത്ത്. മനുഷ്യനിൽ ആന്തരികവും ബാഹ്യവുമായ വ്യതിയാനങ്ങൾ വരുത്താൻ ശക്തിയുള്ള പുളിമാവാണ് ക്ഷമയെന്നും, കൊയ്യുന്നവനും വിതയ്ക്കുന്നവനും ഒന്നുപോലെ സന്തോഷിക്കുന്ന, ഒരു കാത്തിരിപ്പും വേണ്ടാത്തതും 100 മേനി അനുഗ്രഹത്തിൻ്റെ ഫലം തരുന്നതുമായ സ്വർഗരാജ്യത്തിലെ കൃഷിയാണ് ക്ഷമയെന്നും നാം കണ്ടു. വീണ്ടും കടമെഴുതിത്തള്ളലാണ് ക്ഷമയെന്നും, ഹൃദയ കവാടത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന വെറുപ്പിൻ്റെ കല്ലെടുത്തു മാറ്റലാണ് ക്ഷമയെന്ന് നാം തിരിച്ചറിഞ്ഞു. എല്ലാറ്റിനുമുപരി മനസ്സിലാക്കലാണ് ക്ഷമയെന്ന് നാം മനസ്സിലാക്കി. നമ്മെ അന്യായമായി ദ്രോഹിച്ച മനുഷ്യൻ്റെ മനോനിലയും അതിൻ്റെ പിന്നിലെ പിശാചിൻ്റെ ഗൂഢതന്ത്രങ്ങളും, എല്ലാറ്റിനുമുപരി അവയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയും മനസ്സിലാക്കൽ. ഈ ആഴപ്പെട്ട ഉൾക്കാഴ്ചകൾ തന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവാനുഗ്രഹത്തിൻ്റെ പുത്തൻ ദർശനങ്ങളും സ്പർശനങ്ങളും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിവിശിഷ്ടമായ 2-ാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കൊന്ന് ചേർന്ന് ആരാധിച്ചേറ്റ് പറയാം: പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ ഗാനത്തിൻ്റെ ഈരടികൾ കൂടി പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രദ്ധിക്കാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയ ദാനം, മണ്ണിൽ സമാധാനമാർഗം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയ ദാനം, മണ്ണിൽ സമാധാനമാർഗം.